വട്ടംകുളം അമ്പിളി കലാസമിതി സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മലയാളത്തിൽ പ്രഭാഷകരുമായ വട്ടംകുളം അമ്പിളി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായി. ശനിയാഴ്ച വൈകിട്ട് 5-ന് വട്ടംകുളം സെന്ററിൽ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടി തുടങ്ങിയത്. തുടർന്ന് CPN UP സ്കൂളിൽ നടന്ന സുവർണ ജൂബിലി ആഘോഷം KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ദേശത്തിന്റെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു നല്ല വായനശാല, ഒരു നല്ല കലാസാംസ്കാരിക സമിതി, അതൊക്കെ പ്രവർത്തിക്കുന്ന നാട് എന്ന് പറയുന്നത് മനുഷ്യർ ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ദേശം എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ വേണ്ടി സാധിക്കും. കലാരംഗത്ത് നാനാജാതി മതസ്ഥർ, പണ്ടുകാലത്തൊക്കെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന കാലത്ത് വരേണ്യവർഗത്തിൻ്റെത് മാത്രമായിരുന്നു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ. ക്ഷേത്രകലകൾ എന്ന പേരിൽ കൊട്ടാരങ്ങളിലും സവർണരായിട്ടുള്ള സമ്പന്നന്മാരുടെ വീടിന്റെ അകത്തളങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കലാപ്രവർത്തനങ്ങൾ പരിമിതപ്പെട്ടു പോയപ്പോൾ അതിനെ ജനമധ്യത്തിലേക്ക് കൈപിടിച്ച് വഴി നടത്തുന്നതിൽ ഈ നാട്ടിലെ ഇടതുപക്ഷ ബോധമുള്ള കലാപ്രവർത്തകരുടെ പങ്ക് ചരിത്രത്തിൽ വലിയ തോതിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അമ്പിളി കലാസമിതി മുതിർന്ന അംഗം TP ശങ്കരൻ അധ്യക്ഷനായി. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ, വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV ഷെരീഫ, ശ്രീജ ആറങ്ങോട്ടുകര, P സുരേന്ദ്രൻ, PB രാമചന്ദ്രൻ, M മുസ്തഫ, MB ഫൈസൽ, പത്തിൽ അഷ്റഫ്, TM മണികണ്ഠൻ, പ്രഭാകരൻ നടുവട്ടം, കലാസമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. E ശങ്കരൻ സ്വാഗതവും TV ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ബീന R ചന്ദ്രൻ അവതരിപ്പിച്ച ഏകപാത്ര നാടകം ഒറ്റ ഞാവൽ മരം, അമ്പിളി കലാസമിതിയുടെ തേന്മാവ് നാടകവും അരങ്ങേറി. തുടർമാസങ്ങളിൽ നാടകം, പാട്ടുത്സവം, സ്വരമേളം, ഫിലിം ഫെസ്റ്റിവൽ, നാട്ടുവേല, താളമേളം, വർണ്ണമേളം, നൃത്തോത്സവം, നാടകോത്സവം തുടങ്ങി വിവിധ പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. NCV ന്യൂസ് എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.